അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മുഅ്മിനിൻ്റെ ദുനിയാവും ആഖിറത്തും മെച്ചപ്പെടാൻ വേണ്ടി ഇമാം ഷാഫിഈ റഹിമഹുള്ള നൽകിയ ചില നിർദ്ദേശങ്ങൾ, അതിലൊന്ന് യഖീനാണ്. രണ്ടാമത്തേത് നമുക്കറിയാം നമ്മിൽ നിന്നും ആർക്കും ഉപദ്രവം ഉണ്ടാവാതിരിക്കലാണ്. മൂന്നാമത്തേത് ഹലാല് മാത്രം ഭക്ഷിക്കലാണ്. നാലാമത്തേത് തഖ്വയുടെ വസ്ത്രം ധരിക്കുക എന്നതാണ്. തഖ്വ എന്ന് പറയുമ്പോൾ അള്ളാഹുവിലുള്ള ഭയഭക്തി, സൂക്ഷ്മത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭയപ്പാട് എന്ന് പറയുമ്പോൾ പലതിനെയും നമ്മൾ ഭയപ്പെടാറുണ്ട്. അലി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നുണ്ട്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭയങ്ങളാണ് ഉണ്ടാവേണ്ടത്. ലിൽ മുഅ്മിനി മഖാഫത്താൻ. ആ രണ്ട് ഭയങ്ങളിൽ ഒന്ന് യൗമുൻ ഖദ് മള, തീർച്ചയായും കഴിഞ്ഞു പോയ ദിവസത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഭയപ്പെടണം. ആ ദിവസത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അത് നമ്മെ എങ്ങനെ ബാധിക്കും, അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ കഴിഞ്ഞത് അത് കഴിഞ്ഞതല്ല എന്നതാണ്. രണ്ടാമതായി സൂചിപ്പിച്ചൊരു വിഷയം യൗമുൻ ഖദ് ബഖിയ, അതായത് ബാക്കിയാവുന്ന ഇനി വരാനുള്ള ദിവസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ആ ദിവസത്തിൽ നമ്മുടെ ആഖിബത്ത് എങ്ങനെയാകും, നമ്മുടെ അവസ്ഥ എന്തായിത്തീരും എന്നതിനെക്കുറിച്ച് ഓർത്താണ് രണ്ടാമതായി നമ്മൾ ഭയപ്പെടേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒട്ടേറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അത്രയേറെ സാമീപ്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ വല്ലാതെ കരയുകയാണ്. ചില ആളുകൾ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇപ്പോൾ കരയുന്നത്? അതിന് അദ്ദേഹം നൽകിയ മറുപടി നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത്, ലാ അബ്കി ലി ദുനിയ, ഞാൻ ദുനിയാവിന് വേണ്ടിയല്ല കരയുന്നത്, മറിച്ച് ഞാൻ കരയുന്നത് എന്തിനാണ്? ഞാൻ കരയുന്നത് ബുഅദ സഫരി വ ഖില്ലത്തി സാദി, എനിക്കിനി യാത്ര ചെയ്യാനുള്ള ദൂരത്തിൻ്റെ ദൈർഘ്യം ആലോചിച്ചുകൊണ്ട്, ആ യാത്രയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് കരച്ചിൽ വരുന്നത്. നമ്മളൊരു വിദൂരമായ യാത്ര ചെയ്യുമ്പോൾ അതിനാവശ്യമായതെല്ലാം നമ്മൾ കരുതും. എന്നാൽ അത്രയും വിദൂരമായ യാത്ര, പരലോകമെന്ന് പറയുമ്പോൾ ഒരു ദിവസം എന്നത് പറയുന്നത് 50 അൽഫസന, 50,000 വർഷത്തെ ദൈർഘ്യമാണ് ഒരു ദിവസത്തിനുള്ളത്. അങ്ങനെയുള്ള എത്ര ദിവസമുണ്ട് എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അത്രയും ദിവസത്തേക്ക് ആവശ്യമായ വിഭവങ്ങൾ, അമലുകൾ, ആ അത്രയും ദിവസത്തെ സുരക്ഷയ്ക്ക് ആവശ്യമായ അമലുകൾ, സൽക്കർമ്മങ്ങൾ എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും, എത്രത്തോളം നമ്മൾ കരയേണ്ടി വരും എന്ന് ആലോചിക്കുക. അമലുകൾ വർദ്ധിപ്പിക്കുക, വിഭവങ്ങൾ ഒരുക്കുക. അതിനുകൂടിയാവട്ടെ ഇനി വരുന്ന റമളാൻ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.